ഹലോ സ്റ്റുഡൻസ്, നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇലുസ്ട്രേഷൻ 7 വരെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ഇലുസ്ട്രേഷൻ 8 തൊട്ട് ബാക്കിയുള്ള ഇലുസ്ട്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി ചെയ്ത് ഈ ഒരു മൊഡ്യൂൾ തീർക്കാം. അപ്പം നമുക്ക് ഇലുസ്ട്രേഷൻ 8 നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഒരു റേഡിയോ മാനുഫാക്ചറിങ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 1 ജനുവരിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് material and wages are to be charged at actual cost. Works on cost 75% on wages and office on cost at 25% on work cost. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 75 വർക്ക്സ് ഓൺ കോസ്റ്റ് വേജസിൻ്റെ 75%, ഓഫീസ് ഓൺ കോസ്റ്റ് വർക്ക് കോസ്റ്റിന് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഡിസംബറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടും റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വർക്ക് എക്സ്പെൻസിൻ്റെ കാര്യം ആക്ച്വൽ വർക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 25,160, ഓഫീസ് എക്സ്പെൻസ് 45,800 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സെറ്റിന് എത്ര മെറ്റീരിയൽ വേണം, എത്ര വേജസ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പെർ യൂണിറ്റിന് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് 600 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിന് 200 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടോട്ടൽ 600 × 200 ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് 1,20,000 വരും. അതുപോലെ ഡയറക്റ്റ് വേജസ് 600 × 80 48,000 വരും. ടോട്ടൽ കോളവും പെർ യൂണിറ്റ് കോളം എഴുതുക. പ്രൈം കോസ്റ്റ് നമുക്ക് അങ്ങനെ 1,68,000 കിട്ടും. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് വേജസിൻ്റെ 75% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് 48,000, 48,000ൻ്റെ 75% എന്ന് പറയുന്നത് 36,000. അതുപോലെ പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അതായത് ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വർക്ക് കോസ്റ്റിന് 25%. വർക്ക് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ വർക്ക് കോസ്റ്റിൻ്റെ 25%, അതായത് 2,04,000ൻ്റെ 25% 51,000 നമുക്ക് വർക്ക് കോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ദെൻ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 600 യൂണിറ്റാണ് സെയിൽസ് നടത്തുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബിഗിനിങ്ങിലും എൻഡിങ്ങിലും ലാസ്റ്റ് സ്റ്റോക്ക് ഒന്നും വരുന്നില്ല. അതായത് ഈ 600 യൂണിറ്റ് ഉണ്ടായിരുന്ന 600 യൂണിറ്റ് നമ്മൾ സെയിൽ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 600 × 500 3 ലക്ഷം എന്ന് കിട്ടും. പ്രോഫിറ്റ് ഇതിൽ നിന്ന്, അതായത് നമ്മുടെ ടോട്ടൽ സെയിൽസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ലേബർ 48,000. അതുപോലെ വർക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഈ ഒരു വർഷത്തെ വർക്ക് എക്സ്പെൻസ് വന്നിരിക്കുന്നത് 25,160 നമുക്ക് കോസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സെയിൽസ് 3 ലക്ഷം. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 1,06,840 കിട്ടും. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 48,800 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡെബിറ്റ് ചെയ്യുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുന്നു. സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 58,040 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. 2 ഐറ്റംസ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഫസ്റ്റത്തേത് വർക്ക് എക്സ്പെൻസിൻ്റെ കാര്യം, രണ്ടാമത്തെ ഓഫീസ് എക്സ്പെൻസിൻ്റെ കാര്യം. ഇപ്പോൾ വർക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ 36,000, ഫാക്ടറി ഓവർഹെഡ് 36,000 ആയിരുന്നു. നമുക്ക് ഇവിടെ വരുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോഴത്തേനും നമുക്കത് വർക്ക് ഓവർഹെഡ് 25,140. അപ്പോൾ നമുക്കത് ഓവർ റിക്കവറി ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ 51,000, നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 48,800 ആണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഓവർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ 58,040 നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. ഇനി ഇലുസ്ട്രേഷൻ 9 പറഞ്ഞിരിക്കുന്നത് ഈ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലമാണ്. 2 പ്രോഡക്റ്റുകൾ, ഒരു പ്രോഡക്റ്റിന് 2 മോഡൽസിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോഴും 2 മോഡൽസിൻ്റെയും കൂടി എടുത്ത് വെച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ബാക്കി റീകൺസിലിയേഷൻ വരയ്ക്കുമ്പോൾ സെയിം തന്നെയാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ മോഡൽ എ, മോഡൽ ബി വെച്ച് എഴുതുക. ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലും മോഡൽ എയുടെയും മോഡൽ ബിയുടെയും സെപ്പറേറ്റ് കാണിക്കുക. അടുത്ത ഇലുസ്ട്രേഷൻ 10 പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് വാല്യുവേഷൻ്റെ കാര്യമാണ്. കോസ്റ്റിൽ എത്ര, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ സ്റ്റോക്ക് എത്ര, കോസ്റ്റ് ഷീറ്റിൽ എത്ര സ്റ്റോക്ക് എന്നുള്ള കാര്യം, അതെന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല, നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. പിന്നെ ഇലുസ്ട്രേഷൻ 11 സാധാ രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണ്. അതിനകത്ത് പി ആൻഡ് എൽ അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരച്ചതിന് ശേഷം റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം.
27,40,000. പിന്നെ ഉള്ളത് വേജസും നമുക്ക് ഡയറക്റ്റായിട്ട് 15,10,000 എടുക്കാം. സോ നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 42,50,000 വരും. ഇനി പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രൈം കോസ്റ്റിൻ്റെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 42,50,000 20% നമ്മുടെ ഫാക്ടറി ഓവർഹെഡായിട്ട് വരുന്നത്. ഇത് 8,50,000 വരും. ഇനി അടുത്ത് നമുക്ക് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ കുറയ്ക്കണം. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ടോട്ടൽ 1,20,000 നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം 1,20,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് ഇട്ട് 49,80,000 എന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ₹3 പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ₹3 എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെയിൽസ് 1,20,000 തന്നിട്ടുണ്ട്, ഫിനിഷ്ഡ് സ്റ്റോക്ക് 4,000 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുവാണ് ടോട്ടൽ 1,24,000 നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അസംഷനാണ് എടുത്തിരിക്കുന്നത്. സെയിൽസ് നമ്മൾ 1,20,000 വിറ്റുപോയി, ബാക്കി 4,000 നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1,24,000 × 3 അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കിട്ടും 3,72,000. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 53,52,000 കിട്ടും. ദെൻ ക്ലോസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 4,000 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മളിതിന് തൊട്ട് മുമ്പ് കോസ്റ്റ് ഷീറ്റിൻ്റെ മൊഡ്യൂൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അത് നമുക്കിവിടെ വർക്കിംഗ് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 53,52,000 ഡിവൈഡ് ബൈ 1,24,000 യൂണിറ്റാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ 53,52,000 ഡിവൈഡ് ബൈ 1,24,000 ഇൻറ്റു 4,000ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,72,645 നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അങ്ങനെ കണ്ടുപിടിക്കാം. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ₹4 പെർ യൂണിറ്റ് സോൾഡ്. അപ്പം 1,20,000 യൂണിറ്റ് വിറ്റുമെങ്കിൽ 1,20,000 ഇൻറ്റു 4,80,000 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനുള്ളിൽ വരുന്നത്. ടോട്ടൽ കോസ്റ്റ് അങ്ങനെ 56,59,355 വരും. പിന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 60 ലക്ഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 60 ലക്ഷത്തിൽ നിന്ന് 56,59,355 കുറച്ച് കഴിയുമ്പോൾ 3,40,645 നമുക്ക് നമ്മുടെ പ്രോഫിറ്റായിട്ട് കിട്ടും. ഇനി റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം ഫാക്ടറി ഓവർഹെഡിൻ്റെ കാര്യം എടുക്കാം. ഇവിടെ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ 8,50,000 നമ്മുടെ P&L അക്കൗണ്ടിൽ ഫാക്ടറി എക്സ്പെൻസ് 8,30,000 അപ്പം നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കൂടുതൽ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഓവർ റിക്കവറി ഓഫ് ഫാക്ടറി ഓവർഹെഡാണ് 20,000 വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം വന്നിരിക്കുന്നത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ 3,82,400 നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ 3,72,000 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അണ്ടർ റിക്കവർ ചെയ്തുകൊണ്ട് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 4,50,000 നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 4,50,000 കോസ്റ്റ് ഷീറ്റിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓവർ റിക്കവറിയാണ് 30,000. അത് ആഡ് ചെയ്ത് കാണിക്കുക. ഇനിയുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്കൊരു ഡിവിഡൻഡ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് റിസീവ്ഡ് 1,18,000 ആഡ് ചെയ്യുക. പിന്നെ ഉള്ളത് പ്രിലിമിനറി എക്സ്പെൻസ് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് 2 ഐറ്റംസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെയുള്ള ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ 1,60,000 ഫിനിഷ്ഡ് സ്റ്റോക്ക് അല്ലെ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 1,72,645. അപ്പം നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിലാണ് ഹയർ വാല്യൂ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്ത് കാണിക്കുക. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇലിസ്ട്രേഷൻ 12 ഈസി ആയിട്ടുള്ളതാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇലിസ്ട്രേഷൻ 13 നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന മോഡൽ തന്നെയുള്ളതാണ്, നിങ്ങൾ വായിച്ച് നോക്കി ചെയ്യുക. പിന്നെ ഉള്ള പ്രോബ്ലംസൊക്കെ ഇലിസ്ട്രേഷൻ 14 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്, നിങ്ങൾ വായിച്ച് നോക്കി ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾ പ്രാക്ടിക്കൽ പ്രോബ്ലം 320 പേജിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം 7, 8, 10 and 12 ഇതൊന്ന് ചെയ്ത് നോക്കിക്കോണം. 7, 8, 10 and 12 ഇത്രയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.